കാണുന്നു ഗൈസ്. ദിയാസനയും നമ്മുടെ പിന്നെ സിബിനും കൂടെ മുട്ടൻ അടിയാണ്. അല്ലെ, അത് സിബിൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു ദിയാസന എന്തായാലും കൊണ്ടൊന്ന് ഇളകും, ഒന്ന് ഇളകി ചാടും. കാരണം അങ്ങനത്തെ ഒരു അമ്മാതിരി സ്റ്റേറ്റ്മെന്റ് ആണ് സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആക്ടിവിസ്റ്റാണ്, എന്താണ് തിരുവനന്തപുരത്തുകാരാണ്, നിങ്ങളുടെ ആക്ടിവിസം എന്താണെന്ന് നമുക്കറിയാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പറയൽ ഉറച്ചു നിന്നാൽ ശരി, ഇനി പോയി കാലു പിടിക്കുമില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും നിങ്ങളുടെ കേൾവിയിലേക്ക് ഞാൻ ആ സാധനം ഒന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കേൾക്കാം നമുക്ക് എന്താണ് മാഡം പറയണേന്ന്. നിനക്ക് തലയ്ക്ക് സുഖമില്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ട്രോവൽ സിൻഡ്രോം അല്ലേടാ. ഗെയിമിനെ ഗെയിമായിട്ടാണ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇത് പറയേണ്ടി വന്നത് നീ ചോദിച്ച് വാങ്ങിക്കുന്നതാണ്. എടാ സിബിനെ, നിനക്കുണ്ടായത് വിട്രോവൽ സിൻഡ്രോം അല്ലേടാ. കള്ള് കിട്ടാതെ വന്ന സമയത്തുണ്ടായ കിടപ്പ് അതല്ലേടാ നിനക്കുണ്ടായത്. മെന്റല്. എടാ നിനക്ക് തലയ്ക്ക് സുഖമില്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബിഗ് ബോസ് ഹൗസിലെ ആൾക്കാരെടുത്ത് കൊടുത്തതിന് എന്തോ ചെയ്യാനടാ. അല്ല, ഇത് പറയണത് നീ ചോദിച്ച് വാങ്ങിക്കണല്ലേ. പിന്നെ നീ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആക്ടിവിസം ചെയ്യുന്നു തിരുവനന്തപുരത്ത്. എന്തൊരു പരിപാടിയാണ്, എന്തൊരു പരിപാടിയാടാ ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നത്? എന്ത് പരിപാടി ചെയ്യുന്നത്? ഞാൻ നിന്റെ കുടുംബത്തിലുള്ളവരെ പോലെയോ നിന്റെ വീട്ടിലുള്ള സ്ത്രീകളെ പോലെയോ ഒക്കെ ആണെന്നുള്ള രീതിയിലാണോ നീ എന്നെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്? നീ ഇരുന്ന് വാങ്ങിച്ചത്. നീ ചോദിക്കുന്നു, ഞാൻ നിനക്ക് തരുന്നു. മനസ്സിലായോ? നീ ചോദിക്കുമ്പോ ഞാൻ നിനക്ക് വാരിക്കോരി അങ്ങ് തരും. അപ്പൊ സിബിൻ മോനെ വിട്രോവൽ സിൻഡ്രോം ആയിരുന്നു ഉണ്ടായിരുന്നത് ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെയ്ക്കും വെളിയിൽ. ദിയാസന പറയുന്നു സിബിൻ മോൻ ഉണ്ടായിരുന്നത് വിട്രോവൽ സിൻഡ്രോം ആണ്, ഒരു മെന്റലും അല്ല, ഒന്നുമല്ല. കള്ള് കിട്ടാതെ വന്ന സമയത്തുണ്ടായി ഇത്. ലാലേട്ടൻ ഒന്ന് പിടിച്ച് കുടഞ്ഞപ്പോ നല്ല രീതിയിൽ ഒന്ന് ഷിവറിങ് ഒക്കെ വന്ന് മറ്റേ കയ്യിൽ നിന്ന് പോയി കിളി പോകൂലേ, ആ സാധനം അത് വന്നതാണ്. അപ്പൊ ഈ അടുത്ത സമയത്ത് നീ അടിച്ച് പിമ്പായിക്കൊണ്ടിരുന്നിട്ടല്ലേ, ഫിറ്റായിക്കൊണ്ടിരുന്നിട്ടല്ലേ അതിനകത്ത് ഇരുന്നോണ്ട് ദിയാസന ജാസ്മിന്റെ PR എന്നൊക്കെ വിളിച്ച് പറഞ്ഞത്. എടാ ജാസ്മിന്റെ വാപ്പ അടുത്ത് മറ്റേ എയർപോർട്ടില് ചെന്ന് കാല് പിടിച്ച് പട്ടികളെ പോലെ മോങ്ങിയിട്ട് നീ എന്തൊക്കെ പ്രകടനം നീയും മറ്റേ ആരെയും കൂടെ വന്ന് ലൈവിൽ വന്ന് നടത്തി. എടാ നാണം ഉണ്ടാടാ നിനക്ക്? ഒരു പെണ്ണിനെ ആക്രമിച്ചുകൊണ്ട് നീ ഹീറോ ആയി. ശരി, അത് ഇവിടത്തെ സിസ്റ്റം അങ്ങനെയാണ്, പിന്നെ പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പം എനിക്കെതിരെ കുറെ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്നെ പോലെ മറ്റേ ആട്ടിയിടുന്ന സാധനം അല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ എനിക്കത് എന്താ പറയാ, എനിക്കതൊരു പ്രശ്നമാണ്. കാരണം 10-16 കൊല്ലായില്ലേ, ഒന്നും ഇല്ലെങ്കിൽ ഇരുന്ന് ഞാൻ റെസ്പോണ്ട് ചെയ്തോണ്ടെങ്കിലും ഇരിക്കുന്നില്ലേടാ. അതിനൊക്കെ പറ്റുന്നുണ്ടല്ലോ ദിയാസനയ്ക്ക്. അപ്പൊ സിബിൻ മോനെ അങ്ങ് കളിച്ച് അങ്ങ് തിരുവനന്തപുരത്ത് സിബിൻ മോന്റെ കുടുംബത്തിനുള്ളവരെ പണിയല്ല സിബിൻ മോനെ ദിയാസന ചെയ്തോണ്ടിരിക്കുന്നത്. മോൻ ഈ 6ാം സീസണിൽ വന്നവൻ ബാക്കിലോട്ടൊന്ന് ചിന്തിച്ചിട്ട് ഫസ്റ്റ് സീസണിൽ വന്നവളാണ് ഞാൻ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ഇതാക്കട്ടെ. എനിക്കൊരു രസം. നീ പറഞ്ഞായിരുന്നു, നീ ഭയങ്കര പൊച്ചിച്ച് പറഞ്ഞായിരുന്നു, നീ ഇറന്ന് വായിക്കാൻ വേണ്ടി വന്നവരാണ്, തൊലിഞ്ഞുകൊണ്ടാണ് പോണത്. അപ്പൊ നമ്മൾ പല ആളുകളും തമ്മിൽ കോൺവെർസേഷൻസ് പലതും നടത്താറുണ്ട്. പക്ഷെ നമ്മൾ പേഴ്സണലി ഒരു ഡിസ്കഷൻസ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അതായത് ആ ഡിസ്കഷൻസിൽ നമ്മൾ ലൈം ലൈറ്റിൽ വന്ന് ഒരു ലിമിറ്റിൽ അപ്പുറത്തേക്ക് ഒരു സാധനങ്ങളെ ഔട്ട് ചെയ്ത് കൊടുക്കാറൊന്നുമില്ല. അപ്പൊ മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റിയെ ചെന്ന് ചോദ്യം ചെയ്ത് നീ അണ്ണാക്കിൽ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ സിബിനെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ദിയാസന ചേച്ചിക്ക് സാധിക്കുന്നതാണ്. മനസ്സിലായ മോനെ? അപ്പൊ മോൻ കളിച്ചോണ്ട് വന്നത് നല്ല ഗെയിമായിരുന്നു, പാവം എന്നൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് മനസ്സിലാക്കിയിട്ടാണ്. ബട്ട് മോൻ വാങ്ങിക്കും ചൊറിഞ്ഞ് എനിക്ക് തരും എന്ന് പറയുന്നത് ഹലോ എവിടെ നിന്നാണ് ലിസ ജിൻസ് മെന്റൽ ഹെൽത്തിനല്ല ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും കുറെ കോപ്രായത്തരങ്ങളുണ്ട്. പക്ഷെ വെളിയിൽ വന്നിരുന്ന അവിടുത്തെ ക്രൂവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവര് മറ്റേ വേറെ പ്രശ്നങ്ങളുള്ള മെഡിസിൻസുകൾ കൊടുത്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള കുറെ അലിഗേഷൻസുകൾ ഉണ്ടാക്കിയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നെ പറ്റിയിട്ട് ഇപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് അവൻ വന്ന് വാങ്ങിച്ചതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവൻ വന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നോണ്ട് വാങ്ങിക്കാം. അവന്റെ മെന്റലി പ്രശ്നമുള്ള സാധനങ്ങള് അതിനൊന്നും എടുത്തിട്ട് ആൾക്കാരുടെ നെഞ്ചത്തോട്ടല്ല തീർക്കാനുള്ളത്. അപ്പൊ അവൻ കയ്യിൽ വെച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ അവന് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇവൻ ആ ഇന്റർവ്യൂല് വന്നിരുന്ന് പറഞ്ഞത്, അവൻ എന്റെ അടുത്തിരുന്നോണ്ട് പറഞ്ഞു, അതായത് ഇപ്പം പേരും കേട്ടെ, ഞാൻ അതിനൊക്കെ വളരെ ഫെനി ആയിട്ടാണ് എടുക്കുന്നത് എന്ന്. പിന്നെ ഇന്റർവ്യൂ ഒക്കെ അവൻ എനിക്ക്
പുച്ഛിച്ച് ഇങ്ങനെ എനിക്ക് ഔദാര്യം പോലെ ഇട്ട് തരുന്നതാണ്. മോനെ ആക്ടിവിസം ചെയ്യാൻ തുടങ്ങി 16 കൊല്ലത്തിലപ്പുറത്തേക്കായി. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഒരു ചരിത്രമേ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഞാൻ ബോൾഡായിട്ട് നിന്ന് പ്രതികരിച്ചതിന്റെ പേരിൽ പലയിടത്തും ആക്രമിക്കപ്പെടുകയും പലയിടത്തിലും വിമർശനവും പലയിടത്തിലും ഇപ്പോഴും ശത്രുക്കളും നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ സിബിൻ വന്നിരുന്ന് കൊണ അടിക്കുമ്പോ ചേച്ചി ഇങ്ങനെ കിളച്ച് തരുമെന്നുള്ളത് സിബിൻ മനസ്സിലാക്കേണ്ടതാണ്. വന്നിരുന്ന് വാങ്ങിച്ചത് നീ, എനിക്ക് താന്ന് ചോദിച്ചത് നീയാണ്. കാരണം നീ ഒരു സ്റ്റോറി, എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ആര്യയുടെ സിസ്റ്ററുടെ സ്റ്റോറിയാണെന്ന് തോന്നുന്നു, അതിനകത്ത് വന്നിരുന്ന് പിന്നെ ജാസ്മിൻ PR ആണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ, ഒബ്വിയസ്ലി, ഓഫ് കോഴ്സ്. അപ്പോൾ വന്നിരുന്ന് അങ്ങനെയൊക്കെ വന്ന് തള്ളുമ്പോഴത്തേക്കും സിബിനും ആര്യയൊക്കെ ആയതിൻ്റെ പേരിൽ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഇനിയും റെസ്പോണ്ട് ചെയ്യും, റെസ്പോണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം എന്നെ വന്നിട്ട് ചൊറിഞ്ഞാൽ ഞാൻ മാന്തും നന്നായിട്ട്. അത് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആര്യയുടെ അടുത്തുണ്ടായിരുന്നത് അതായിരുന്നു. കാരണം അവരുടെ അടുത്ത് സംസാരിക്കാമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നീയൊക്കെ ഈ കിടന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികേട് ചോദ്യമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കാനുള്ള മാർഗമില്ല. പിന്നെ നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര് ബിഗ് ബോസ് അടുത്ത സീസണിൽ നിർത്തലാക്കണം. ആ നാടകത്തിന്റെ പേര് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ 10-15 പേരുള്ള ആ ഗ്രൂപ്പിനകത്ത് ഡിസ്കഷൻസ് മറ്റു കാര്യങ്ങള് യാണ് എന്നും ആളുകൾ എല്ലാവരും നിങ്ങളെ കൈയടിച്ച് വളരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ 10-16 വർഷമായിട്ട് ഇതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയാ ടോക്സിക് മനുഷ്യരുടെ ഇടയിലുള്ള സാധനത്തിന് വലിയ സ്വീകാര്യതയും വലിയ കൈയടിയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടിട്ട് ദിയാസനിക്ക് അതൊന്നും കേൾക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ മോൻ ഒരു ഇന്റർവ്യൂ മാത്രമേ കണ്ടുള്ളൂ. മോൻ ഇതിനു മുമ്പൊന്നും ദിയാസനെ കണ്ടിട്ടേ ഇല്ല. സിബിൻ എനിക്ക് തന്ന ഏച്ചി ഔദാര്യമാണ് ദിയാസനെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരുന്നു എന്താ മോനെ ശരിക്കും നിന്റെ പ്രശ്നം എന്താ? മാനസികാവസ്ഥയിൽ വലിയ രീതിയിലുള്ള പ്രശ്നം എങ്ങനെ നിനക്കൊക്കെ? ദിയാസന പറയുന്നത് അവർക്കുണ്ടായ മാനഹാനിക്ക് അവർ മറുപടി കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ കേട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, അവരുടെ ടൈം ലൈനിലുണ്ട്. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം ഇന്നലെ സിബിൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആക്ടിവിസമാണ്, ആക്ടിവിസം എന്താണെന്നൊക്കെ പുള്ളിക്കാരനെ അറിയാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഉടനെ അപ്പുറത്തുനിന്ന് ഇത് വരും എന്നുള്ള രീതിയിലാണ് സംഗതികളുടെ പോക്ക്. രണ്ടുപേരും തമ്മിൽ വഴക്കിടുകയാണ്. അത് മുൻപേനെ ഉണ്ട്. സിബിൻ കാലു പിടിച്ചു എന്നുള്ളത് പറയുന്നിടത്താണ് എൻ്റെ പ്രശ്നം. അതൊരു വാസ്തവമാവാൻ ചാൻസ് ഉണ്ട്. ഇയാൾ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ ആര്യ അനാവശ്യമായ ചെറുക്കനെ കൊണ്ട് അവൻ്റെ ക്യാരക്ടറെ നശിപ്പിക്കുന്ന രീതി കൊണ്ടിട്ടാണ് ഇവന് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ, ഇവിടെ പറഞ്ഞാൽ ശരിയാവുമോ, അവിടെ പറഞ്ഞാൽ അവർ ഡബിൾ സ്റ്റാൻഡാണ് അവൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അവൻ അതിൽ നിന്ന് മാറി ചിന്തിക്കാതെ അവൻ ഈ പേരുദോഷം മാറത്തില്ല. പിന്നെ ഒരാൾ പിന്നെ മദ്യപിക്കുന്ന ഒരു വലിയ കാര്യമാണെന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ പിന്നെ മദ്യപിക്കത്തില്ല അയ്യോ വലിച്ചു വിട്ടതൊക്കെ കണ്ടതാണ് നമ്മൾ. അതൊക്കെ ചെയ്യും. സ്ത്രീകളുടെ റോൾ മോഡലാണ്. അത് നമ്മൾ ഇനി ഒന്നും പറയണ്ട. ഒന്നും പറയണ്ട. ഒരു കാര്യം വ്യക്തമാണ്. സാധാരണ ഇന്നലെ ആ വീഡിയോയിൽ, അതായത് ഈ സിബിൻ ചെയ്ത വീഡിയോയ്ക്ക് അത് സിബിൻ പറയുന്നു എന്നെ എന്താ മുക്കുവനെന്നോ കടപ്പുറമെന്നോ ഒക്കെ പറഞ്ഞ് കളിയാക്കി എന്ന് പറയുന്നുണ്ട്. ഈ സാധാരണ നമ്മൾ ഈ അങ്ങനെയുള്ളവരെ പറയുന്നത്, അതായത് കടപ്പുറ സൈഡിലുള്ള സീഷോറിന് അടുത്തുള്ള താമസിക്കുന്നവർ, അവരെ ഈ സിബിൻ്റെ വൈഫും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്. അവരോട് കോമ്പീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ബഹളത്തിന് പോയിട്ട് കാര്യമില്ല, അവിടെ ഒന്നും കേൾക്കില്ല. ഭയങ്കര യൂണിറ്റിയാണ്. അവരൊന്നില്ലെങ്കിൽ ഉറച്ചു നിന്നാൽ പിന്നെ ഉറച്ചു നിന്നത് തെറ്റോ ശരിയോ അവരുടെ ഗ്രൂപ്പിലുള്ള ഒരാളെ തൊടാം അവർ സമ്മതിക്കുകയില്ല. അതൊരു രീതിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു പരിധിയിൽ കൂടുതൽ അങ്ങനെ അവരെ പേടിക്കേണ്ട കാര്യം വരാറില്ല. മനസ്സിലാകും എന്നുള്ളതാണ്. ഇതിപ്പം പറഞ്ഞു വന്നാൽ ഈ ചന്ത ലെവലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ സ്ത്രീ. ഇവരിതിനെക്കാട്ടും താഴേക്ക് ഇറങ്ങും, ഇവരിതിനെക്കാട്ടി മോശമായിട്ട് പറയും. പക്ഷെ പറയുന്നതിലൊന്നും പൊരുത്തവും ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് എതിർക്കാനുള്ള ആൾക്കാരുണ്ട്. അവർ പച്ചയായ സത്യം എഴുതി ഇവിടെ ഇട്ടിട്ടുമുണ്ട്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ അയാൾ പച്ചയ്ക്ക് എഴുതിയിട്ടിട്ടുണ്ട് എന്താണ് ആക്ടിവിസം എന്നും എന്താണ് ഈ ബിഗ് ബോസ് ചെയ്യുന്നതെന്നും. ബിഗ് ബോസിനെ പറയുമ്പോൾ നോവുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിനേക്കാൾ വലിയ ആൾക്കാരെയൊക്കെ തൂക്കി തലയിൽ വെച്ചിട്ടെടുത്ത് താഴേക്കിട്ട ചരിത്രങ്ങളുണ്ട്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, അപ്പോൾ കാണാം. ഈ പറയുന്ന രീതിയിൽ ഇവരാണ് ആദ്യമായിട്ട്, ബാക്കിയുള്ളവരൊക്കെ ഇവർ കൂടെ നിൽക്കുന്നവർ കൊണ്ടാക്കി എടുത്തോണ്ടാക്കി കിടത്തിക്കൊണ്ടാക്കി എല്ലാം കണ്ണിച്ചിട്ട് ഇവരാണ് ആദ്യമായിട്ട് ജാസ്മിനെതിരെ ഒരു വലിയ പോസ്റ്റ് എഴുതി തള്ളിയും ഇട്ടത്. ജാസ്മിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണോ പറയുക?
അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. പക്ക അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുക മാത്രമല്ല, അവൾക്കെതിരെ വലിയൊരു എസ്സേ റൈറ്റപ്പ് എഴുതി അഫ്സലിന് സപ്പോർട്ട് പറഞ്ഞു. ആദ്യം പരിചയപ്പെടുന്ന അഫ്സലിനെ അല്ലെന്ന് ഓർത്തോണം, ഇവളെയാണ്. ഇവളെ കൊണ്ടുവന്ന് അതിനകത്ത് ആക്കി കൊടുത്തത് ഇവള്. എന്നിട്ട് അവളെ പറ്റി മോശം പറഞ്ഞത് ആദ്യത്തെ വിരൽ ചൂണ്ട്, അതായത് ആദ്യമായി അവളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്ത തന്നെ ദിയാസനയാണ്. ദിയാസനയൊക്കെ സപ്പോർട്ടിനുണ്ടെന്ന് കരുതിയിട്ട് ഒരുപാട് പേര് മാറി നിന്നിരുന്നു. അവർ കൂടെ അവളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ദിയാസന കൊണ്ടുവന്ന് കൊടുത്ത ദിയാസനയുടെ ആ പോസ്റ്റാണ്. അത് മുക്കിയിട്ടൊന്നുമില്ല, അത് അവിടെ തന്നെ ഉണ്ട്, അതിൽ താഴോട്ട് നോക്കണമെന്നേ ഉള്ളൂ. അതിനുശേഷം ഈ പിന്നെ ഇവളുടെ ജാസ്മിൻ്റെ വാപ്പ അവിടെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് ദിയാസനയും അഫ്സലും കൂടെ ആണ് എന്ന്. അത് അയാൾ കള്ളം പറഞ്ഞതാണ്, ഇവർ പോയിട്ടില്ല എന്നുള്ളത് രണ്ടുപേരും പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല എൻ്റെ കൃത്യത, പക്ഷെ അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ രണ്ടാമത് പിന്നെ ജാസ്മിൻ്റെ ഫാദറും സിബിനും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂവിൽ ആര്യയുടെ ലൈവിൽ വന്ന് സിബിൻ പറഞ്ഞതും അതാണ്. വാപ്പ ആദ്യം സംസാരിച്ച ദിയാസനയുടെ, അത് പിന്നെ ദിയാസന കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊടുത്തു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം എന്ത് നടപടി എടുക്കുന്നതിന് മുമ്പും ഒരു അഭിപ്രായം ചോദിക്കുന്ന ദിയാസനയുടെ ഇടന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഇതിൻ്റെ ഒക്കെ ചരട് പിടിക്കുന്നത് ഈ സ്ത്രീയാണ്. എന്നിട്ടത് ഏറ്റുപറയാൻ അത്ര ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടിരുന്ന് ബാക്കിയുള്ളവരെ പറയുകയാണ് കള്ള് കുടിക്കുന്നത്, അവൻ്റെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അവൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയുന്നത് സ്വാഭാവികം. ഓക്കെ, തനിക്കൊരു അപമാനം നേരിട്ടു, അപമാനത്തിന് മറുപടി കൊടുക്കണം. ഇതിനപ്പുറം അതിന് കള്ളത്തരങ്ങൾ കൊണ്ടുവരണം. ഇത്രയും ദിവസം അവ അവിടെ നിന്നു, മദ്യം കിട്ടും. ഇത് ഈ ജാസ്മിൻ അല്ല, ഇതിന് മുമ്പ് ഒരു ജാസ്മിൻ ഉണ്ടായിരുന്നല്ലോ, ആ പെണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ തന്നെ ടൈം ലൈൻ ഇപ്പോഴും കിടപ്പുണ്ട്, മദ്യം കിട്ടും. ആർക്കൊക്കെ എങ്ങനെയാണോ ആ കോട്ട അനുസരിച്ച് കൊടുക്കും. മദ്യം കൊടുക്കാത്തൊരു സ്ഥലമൊന്നുമല്ല ഇത്. സിഗരറ്റ് കൊടുക്കുന്നുണ്ട് വലിക്കാനെങ്കിൽ മദ്യവും കൊടുക്കും. മദ്യം കൊടുക്കുന്നുണ്ട് എന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു മത്സരാർത്ഥി എന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അനാവശ്യമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അത്. അവർ പറഞ്ഞത് ഒരു ദേഷ്യത്തിൽ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പറഞ്ഞു എന്നതിനപ്പുറം ഒരു വ്യക്തി അങ്ങ് അടിച്ചാക്ഷേപിക്കുകയും പിന്നെ അതിനെപ്പറ്റി വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരികയും അയാളുടെ ഭാവി തെളിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. സിബിനൊരു രണ്ട് വ്യക്തിത്വം പോലെ കളിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നതുകൊണ്ടായിരിക്കാം. മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്കൊരു തോന്നൽ. ഇതിനൊന്നും മറുപടി പറയാൻ പോയാൽ ഇതിനി തീരത്തില്ല. ആക്ച്വലി ബിഗ് ബോസ് ഈ സീസൺ 6 കൊണ്ടൊരു പ്രയോജനം എന്തെന്ന് പറഞ്ഞാൽ അകത്തല്ല വഴക്ക് മുഴുക പുറത്ത് കിടക്കുകയാണ്, അടി മാശ ലഹള വല്ലപ്പൊക്കെ. പിന്നെ അണ്ണൻ വന്നിട്ടുണ്ട്, അണ്ണനിക്ക് കണ്ടന്റ് ഇല്ല, അപ്പം മാഡം ഒരു കണ്ടന്റ് അങ്ങോട്ട് കൊടുത്തതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതിൽ പുകില് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു വിഷയത്തിൽ ദിയാസന പറഞ്ഞിരിക്കുന്ന സാധനം എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മദ്യം കിട്ടാത്തത് കൊണ്ടുള്ള ഭ്രാന്തൊന്നുമല്ല അയാൾ കാണിച്ചത്. അയാൾക്ക് എന്തോ മെഡിസിൻ കൊടുത്തിട്ട് തന്നെ അങ്ങനെ കാണിച്ചത്. അതിനെ ഉദാഹരണമായിട്ട് അവിടെ വേറെ പലർക്കും അതേ അവസ്ഥകളുണ്ട്. ജിൻഡോ മിണ്ടാതെ നടക്കുന്നുണ്ട്. ജിൻഡോ നല്ല ആക്റ്റീവായിരുന്നു, അപ്പം മിണ്ടാതെ നടക്കുന്നുണ്ട്. മെഡിസിൻ കഴിച്ചില്ലയോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിണ്ടായിരിക്കുന്നവർക്ക് എന്തിനു മെഡിസിൻ കൊടുക്കുന്നത്? അവർ ഡിമാൻഡ് ചെയ്ത മെഡിസിൻ കൊടുത്താൽ പോരെ. പകരം അവർക്ക് ഇഷ്ടമുള്ള മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ അർത്ഥം വേറെയാണ്. നിങ്ങൾക്കൊരാളെ ജയിപ്പിക്കണമെങ്കിൽ, നിങ്ങൾക്കൊരാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതങ്ങ് ചെയ്തോളൂ. ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്തിനാണ്? പിന്നെ സ്വന്തം വ്യക്തിത്വം ഇടയ്ക്കിടയ്ക്ക് മിററിലൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് വേണം ബാക്കിയുള്ളവരുടെ തലയിലോട്ട് കയറാനായിട്ട്. പിന്നെ ഈ സ്ത്രീ എന്ന കാർഡ്, വിമൺ കാർഡ് ഒക്കെ ഇറക്കിക്കൊണ്ട് സിബിൻ്റെ നേരെ പോകുന്നത് സത്യം പറഞ്ഞാൽ വ്യക്തിത്വം ഇല്ലായ്മയെന്ന് ഞാൻ പറയും. കാരണം സ്വന്തമായിട്ട് തന്നെ ആ സാധനം ഇല്ല. ആദ്യം പറയുന്നു ഇവള് ഭയങ്കര സംഭവം, നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യണം, അത് ചെയ്യണം. പിന്നെ പറയുന്നു അവള് ഭയങ്കര കള്ളിയാണ്, അവളെ വിശ്വസിക്കാൻ കൊള്ളാത്തുള്ള റൈറ്റപ്പ് തന്നെ എഴുതി ഇടുകയാണ്. പിന്നെ വേറൊരെണ്ണം കൊണ്ടുവന്നിട്ട് വലിയൊരു എസ്സേ റൈറ്റപ്പിൽ അവൾ ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത്. അവിടെ തനിച്ച് കളിച്ചത് ഞോറയാണ്, അതിനേക്കാൾ കൂടുതൽ കളിച്ചത് ജിൻഡോയാണ്. അവരൊക്കെ തനിച്ച് തന്നെയായിരുന്നു. അവിടെ ഒരു കോംബോയൊന്നും വർക്കൗട്ട് ചെയ്തില്ല. 50 ദിവസം ഈ വാഴത്തോട്ടത്തിലെ ലാസ്റ്റ് പരിപാടികൾ മാത്രമായിരുന്നു അവളെ കൂടുതൽ വൈറലാക്കിയെന്നപ്പുറം അവൾ കൊടുത്ത എന്തെങ്കിലും ഒരു സാധനം അതിനകത്തുണ്ടോ? കിടന്ന് തുള്ളല് വേലകൾ. പിന്നെ ഈ ആരാണോ കൊണ്ടുപോയത് അവരുടെ ക്യാരക്ടറിന്റെ ഒരു അനുരണനം അവിടെ ഉണ്ടാവൂല. രണ്ടും കറക്റ്റ് തന്നെയാണ്. ഇതും കറക്റ്റ്, അതും കറക്റ്റ്. ബോത്ത് ആർ മാത്തമാറ്റിക്, സെയിം പിഞ്ച്. രണ്ടും കൊള്ളാം. വേസ്റ്റ് അത്ര എനിക്ക് പറയാനുള്ളൂ. ഏകദേശം നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത സിബിൻ്റെ മറുപടി വരുമായിരിക്കും. ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യും. കാരണം അവൻ മിക്കവാറും കോംപ്രമൈസിൻ്റെ ആളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ വിടണോടോ. എന്താണ് ആക്ടിവിസം? താങ്കൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെളിവ് പുറത്ത് വിടണം. ആളുകൾ അറിയുന്നതല്ലേ നല്ലത്. പിന്നെ ചില സ്പെസിഫിക് ആൾക്കാരെ അവളെ എതിർക്കില്ല. എന്തുകൊണ്ടെന്നറിയാം? അവരെ തെളിവുള്ളത് കൊണ്ടാണ്. തെളിവില്ല, താനൊരു പാവമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് തനിക്കിട്ട് കുത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അനാവശ്യമായിട്ട് അങ്ങോട്ട് തല്ലി പിടിക്കാതെ ഉള്ള കാര്യം തുറന്നങ്ങ് പറയുക. ജാസ്മിനാണ് സിബിനെ പുറത്താകാനുള്ള കാരണം. ഒരു ഷോ നടക്കുമ്പോൾ ആ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാം ഈക്വൽ റൈറ്റ്സ് ആണ്. അയാൾക്കും ആഗ്രഹമുണ്ട് ആ കപ്പ് കിട്ടണമെന്ന്.
അതിന് എതിരായിട്ട് ഒരു ഗസ്റ്റർ കാണിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ അടിക്കുന്നു, ചീത്ത പറയുന്നു, തോന്നിവാസം പറയുന്നു, തന്തയ്ക്ക് വിളിക്കുന്നു ഒക്കെ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ പുറത്തേക്ക് ആക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി അയാൾക്ക് പ്രതിഷേധമുണ്ട്, അയാൾ പ്രതിഷേധിക്കും. അയാളെ ചുരണ്ടാനും മാന്താനുമായിട്ട് പോയി മറ്റുള്ളവർക്ക് നന്ദി കാണിക്കാൻ പോകുന്ന ദിയാസനെയാണ് മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എതിർക്കുകയാണെങ്കിൽ തനിക്കെതിരെ പറയുന്നവരെ എല്ലാം എതിർക്കണം. അതൊന്നും വായി തുറക്കത്തില്ല, അതിന് തെളിവുകളുണ്ടല്ലോ, അതുകൊണ്ട് ആളുകൾ ഇറങ്ങും. പിന്നെ ഒരാൾ കള്ള് കുടിക്കുന്നത് വലിയ കുഴപ്പം, കള്ള് കിട്ടാത്തതുകൊണ്ട് ഭ്രാന്തായി, ഇങ്ങനത്തെ പുതിയ കാര്യങ്ങളൊന്നും പറയല്ലേ. അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ പറഞ്ഞത്, ഈ ജാസ്മിൻ അല്ല മറ്റേ ആദ്യത്തെ മത്സരാർത്ഥി, അവർ പറഞ്ഞതിനകത്ത് ഒരു വ്യക്തത ഇവർ കൊണ്ടുവന്ന് വെക്കണം. ഇല്ലെങ്കിൽ വായും പൊത്തി മിണ്ടാതിരിക്കണം. എന്തായാലും കള്ളത്തരമാണ്. ചുമ്മാ ചെറുക്കനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അങ്ങ് അലമ്പിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ പരിതാപകരമായ ഒരു സീനാരിയോ. ഇതാണ് ഇവർക്ക് ഇങ്ങനെ അറിയാവുള്ളൂ, ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയാവുള്ളൂ. ഇതാണ് അവളും അവളുടെ കൂടെയുള്ള ജാസ്മിനും ഇതൊക്കെ തന്നെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. മറ്റൊരാളുടെ മേലെ അതിഭീകരമായി ആക്രമണം അഴിച്ചു വിട്ട് അവരെ പടുമോശമാക്കി പൊതുസമൂഹത്തിന് തുറന്നു കാണിച്ചു. നമ്മളോ നാറി, ഇനിയിപ്പം ബാക്കിയുള്ളവരെ പറഞ്ഞപ്പോൾ എന്തെന്ന്. അതാണ് ഇത്. ഒന്നാമതാ ചെറുക്കനിക്ക് ആകത്താൻ ഇതേപോലെ കുറേ പ്രശ്നങ്ങളും ഇത് കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും അവൻ്റെ മെൻ്റൽ ഇഷ്യൂവിനെ പറ്റി വീണ്ടും പറഞ്ഞ് അതിനെ കൂടുതൽ നശിപ്പിക്കുന്നത് ഇവളാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.